ഫോറിൻ MBBS ഇപ്പോൾ ഒരു ട്രെൻഡാണല്ലേ. ഈ ട്രെൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കുട്ടികളും ഇപ്പോൾ +2 കഴിഞ്ഞതാവട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സ് കഴിഞ്ഞിട്ട് പല കൺട്രീസിലേക്ക് പോകും. ചൈന, റഷ്യ, കസാഖിസ്ഥാൻ അങ്ങനത്തെ ചെറിയ യൂറോപ്പിലെ കുറച്ച് കൺട്രീസിലേക്ക് പോകും. സത്യത്തിൽ ഇതിൻ്റെ സത്യാവസ്ഥ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോറിൻ MBBSയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ കോസ്റ്റ് വരുന്നത് ഏകദേശം ഏറ്റവും കുറഞ്ഞത് ഒരു 15 to 20 lakhs ആണ്. ദാറ്റ് റേഞ്ച് ടു 30 to 50 lakhs വരെ വരും. അപ്പോൾ ഇത് ഈ 15 lakh 20 lakh അല്ലെങ്കിൽ ഈ 25 lakhs ഒക്കെ വരുന്നത് ചെറിയ കൺട്രീസിൻ്റെ, ഇന്ത്യൻ്റെ അത്രയൊന്നും പാരമ്പര്യമില്ലാത്ത കൺട്രീസിൻ്റെ ആ കോളേജിൻ്റെ അവസ്ഥ. കോളേജിനും അത്ര വലിയ പാരമ്പര്യമൊന്നും ഉണ്ടാവില്ല, ചെറിയ തട്ടിക്കൂട്ട് കോളേജസ് ഒക്കെ ആയിരിക്കും. അത് മാത്രമല്ല ഒരു 5 വർഷം അവിടെ സ്പെൻഡ് ചെയ്യണം, ഇത് MBBS പഠിക്കാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം. ഇനി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ FMG എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മിനിമം ഒരു 1 year ഒക്കെ വർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം, മിനിമം 1 year. ഈ 1 year കൊണ്ട് പാസ്സായിട്ടുണ്ടെങ്കിൽ ഹൗസ് സർജൻസി 1 year ചെയ്യണം. ഇപ്പോഴത്തെ അവസ്ഥ പ്രകാരം ഹൗസ് സർജൻസി കിട്ടാൻ വേണ്ടിയിട്ട് 1 വർഷം എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യണം. ഒന്ന്, നമ്മുടെ ഇന്ത്യയിൽ MBBS കഴിഞ്ഞ ആൾക്കാരുടെ സാലറി തന്നെ കമ്പാരിറ്റീവ്ലി കുറവാണ്. അവർ പഠിക്കുന്ന കഷ്ടപ്പാടെടുക്കുന്നതിനുള്ള കറക്റ്റായിട്ടുള്ള ഒരു സാലറി ഒന്നും ഇല്ല. ഒരു 40,000 50,000 രൂപയാണ് മാക്സിമം ഒരു MBBS കഴിഞ്ഞ ഒരാൾക്കൊരു സാലറി കിട്ടുന്നത്. നമ്മുടെ നാട്ടിൽ പല കുട്ടികളും ലോൺ എടുത്തിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഫോറിൻ MBBS പഠിക്കാൻ പോകുന്നുണ്ട്. ശരിക്കും ആത്മഹത്യ വരാം. 30-40 ലക്ഷം രൂപ ചിലപ്പോൾ വീട് കൊളാറ്ററലായിട്ട് വെച്ചിട്ടൊക്കെ മോർട്ട്ഗേജിട്ടായിരിക്കും ലോൺ എടുത്തിട്ട് പോകുക. അവരുടെ പ്രതീക്ഷ എന്താണ്, 5 കൊല്ലം 6 കൊല്ലം കഴിഞ്ഞാൽ വന്ന ഉടനെ എന്ത് ചെയ്യും, ജോലി കിട്ടുക. ആ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഇത് പേ ചെയ്യുക എന്നുള്ളതാണ്. സത്യത്തിൽ ഡിസാസ്റ്ററാണ് സംഭവിക്കുക. നമ്മുടെ ഫീൽഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി, ACCA പോലത്തെ കോമേഴ്സ് ഫീൽഡ്, അതിലൊരു തെറ്റിദ്ധാരണ ഉണ്ടെന്ത്, ഈ പറയുന്ന സയൻസ് സ്റ്റുഡൻസിന് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല എന്നുള്ളത്. അത് തെറ്റിദ്ധാരണയാണ്. ഇപ്പം നമുക്കൊരു ഓൾ ഇന്ത്യ 3rd റാങ്ക് വന്നു CA ഫൗണ്ടേഷനിൽ. സയൻസ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിലെടുത്താണ്. ഒരു എക്സ്ട്രാ ഓർഡിനറി കുട്ടിയൊന്നും ആയിരുന്നില്ല. സാധാരണ ഒരു ഗവൺമെൻറ് +2 സ്കൂൾ, ഇരിക്കൂർ സ്കൂളിൽ പഠിച്ചു വന്നു, ഫസ്റ്റ് അറ്റംപ്റ്റ് എക്സാം എഴുതി റാങ്ക് കിട്ടി. ഇനി നമ്മുടെ ഇൻ്റർമീഡിയറ്റ് എക്സാമിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇൻ്റർമീഡിയറ്റ് ഇപ്പം ഫൗണ്ടേഷനും ഇൻ്റർമീഡിയറ്റും ഫസ്റ്റ് ചാൻസിൽ പാസ്സായ പല കുട്ടികളുണ്ട്. അതിലൊരു 10ഓളം കുട്ടികൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ CA ഫൗണ്ടേഷനും ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഇൻ്റർമീഡിയറ്റും കഴിഞ്ഞ കുട്ടികളാണ്. ഈ പറയുന്ന 3-4 ലക്ഷം അല്ലെങ്കിൽ 2-3 ലക്ഷം രൂപയ്ക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ നല്ലൊരു കോഴ്സ് എന്ത് ചെയ്യാൻ പഠിക്കാൻ പറ്റും. ഈ പഠിക്കാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, 10-13 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്തിട്ട് ഈ പറയുന്ന നഴ്സിങ്ങിനൊക്കെ പോയി, എന്നിട്ട് സാലറി എന്ത് ചെയ്യുന്നില്ല, സാലറി കൃത്യമായിട്ട് കിട്ടുന്നില്ല. ഞാൻ ഈ പറയുമ്പോൾ ചില ആൾക്കാർക്ക് വേദനിക്കും. എന്താണ്, ഒരു കോഴ്സിനെ കുറ്റം പറയുന്നു, നമ്മളത് ചെയ്യുന്നതാണെന്നല്ല. സത്യത്തിൽ ഞാൻ കുറ്റമായിട്ടല്ല പറയുന്നത്. 3-4 വർഷം സ്പെൻഡ് ചെയ്യുന്നു. അതേപോലെ നമ്മളുടെ കഴിവ്, നന്നായിട്ട് പഠിക്കാൻ കഴിവുള്ളൊരു കുട്ടിയാണ് ഈ പറയുന്ന സ്പെൻഡിങ് നടത്തുന്നത്. ആൻഡ് ഓൾസോ എമൗണ്ട് 10 ലക്ഷം 13 ലക്ഷം സ്പെൻഡ് ചെയ്യുന്നു. ഇതിന് നമുക്ക് റിവാർഡ് വേണ്ടേ? ആ റിവാർഡ് ഇല്ലാത്ത കാര്യമാണ് ഞാൻ പറയുന്നത്, അല്ലാണ്ട് ഞാൻ കുറ്റമല്ല പറയുന്നത്.